ക്രിസ്ത്യൻ മതത്തിൽ ജനിച്ച ഞാൻ ഹിന്ദു മതത്തിൽ ജനിച്ച ഒരു സ്ത്രീയെ കോഴിക്കോട് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം ചെയ്തപ്പോൾ വരൻ എന്ന നിലയ്ക്ക് അന്ന് അവരെ എൻ്റെ മതത്തിലേക്ക് ചേർക്കുകയാണ് എങ്കിൽ പള്ളിയിൽ വെച്ച് വിവാഹം ചെയ്തു തരാമെന്ന് അന്നത്തെ എൻ്റെ സുഹൃത്തായ ബിഷപ്പും അന്നത്തെ എൻ്റെ സുഹൃത്തായ എൻ്റെ ഇടവകയിലെ അച്ഛനും പറയുകയുണ്ടായി. ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് ഒരാളെ ചേർക്കുന്നത് എൻ്റെ പണിയല്ലാത്തത് കൊണ്ടും അതിന് യാതൊരുവിധ സാമൂഹ്യ പ്രസക്തി ഇല്ലാത്തത് കൊണ്ടും അത് വേണ്ട എന്ന് ഞാൻ പറയുകയും ഗവൺമെൻറ് ഉണ്ടാക്കിയ നിയമപ്രകാരം കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. രണ്ടാമത്തെ വിവാഹ ഇടപെടൽ 4 ദിവസം മുമ്പ് ഷീനയും ഷുക്കൂറും തമ്മിൽ കാഞ്ഞങ്ങാട് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നമ്മൾ ഈയിടെയായി ഏറെ ചർച്ച ചെയ്യുന്ന ആ രണ്ടാം വിവാഹം, ഒരേ ദമ്പതികളുടെ പുനർവിവാഹം, അതിൽ സാക്ഷിയായി ഞാനാണ് ഒപ്പിട്ടത്. അപ്പോൾ ഇതിപ്പോൾ പറയുമ്പോൾ ഒരു ഭയമുണ്ട്, ഫത്വ എനിക്കെതിരെയും കൂടെ വരുമോ എന്നെനിക്കറിയത്തില്ല. ഫത്വ പുറപ്പെടുവിക്കുന്ന ആളുകൾ അവരവരുടെ മതത്തിൽ മാത്രമേ അത് നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. കോഴിക്കോട് നിന്നും ട്രെയിൻ കയറി കാഞ്ഞങ്ങാട് പോയി, നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. അതിന് ഒപ്പിടേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം ഇവർ രണ്ടുപേരും എൻ്റെ ജൂനിയേഴ്സായിട്ട് കോഴിക്കോട് ലോ കോളേജിൽ പഠിച്ചവരാണ്. പഠിക്കുന്ന കാലം മുതലേ എൻ്റെ അടുത്ത സൗഹൃദമുള്ള ആളുകളാണ്. പിന്നീട് അത് ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് എന്ന് ഞാൻ കരുതുന്നു. അതൊരു വലിയ സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ് എന്ന് ഞാൻ കരുതുന്നു. ഇനി ഈ കോവിഡിനൊക്കെ ശേഷം എപ്പോഴും ആളുകൾ മരിച്ചു വീഴുന്ന കാലത്ത് മറ്റൊരു വലിയ വിപ്ലവം നടത്താനുള്ള സ്പേസ് ഉണ്ടായെന്ന് വരില്ല, അവസരം ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് ഇതൊരു കടമ, ഒരു ഇന്ത്യൻ പൗരൻ്റെ, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പൗരൻ്റെ കടമയായിട്ടാണ് ഞാൻ കോഴിക്കോട് നിന്നും കാഞ്ഞങ്ങാട് വരെ ട്രെയിനിൽ നിന്ന് പോയത്. റിസർവേഷൻ കിട്ടിയില്ല. ഷീന അതിന് കോമ്പൻസേഷൻ തരേണ്ടതാണ്. പിന്നെ ഇവിടെ ഈ വിതരണം ചെയ്ത പ്രമേയത്തിൻ്റെ അവസാനത്തെ ഒരു വാക്ക് ഞാൻ വാചകം വായിക്കുകയാണ്. ഇന്ത്യൻ വ്യക്തി, ഇപ്പോൾ നിർത്തിക്കോണം, ഇന്ത്യൻ മുസ്ലിം വ്യക്തി നിയമ ആക്ടിലെ ലിംഗവിവേചനപരമായ വകുപ്പുകൾ ഭരണഘടനാ വിരുദ്ധമായി കണക്കിലെടുത്ത് സുപ്രീം കോടതിയിൽ നിലവിലുള്ള സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ SLP 9546/16 മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ ഊന്നി, ഇത് ശ്രദ്ധിച്ചോണം, സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സന്നദ്ധമാകണമെന്നും ഈ കൺവെൻഷൻ ആവശ്യപ്പെടുന്നു. ഒരിക്കലും നടക്കില്ല. കേന്ദ്ര ഗവൺമെൻറ് ആവട്ടെ സംസ്ഥാന ഗവൺമെൻറ് ആവട്ടെ മതങ്ങളെ അപ്രീതിപ്പെടുത്തും എന്ന് ഭയമുള്ള ഒരു കാര്യവും ചെയ്യില്ല. എല്ലാ ഗവൺമെൻറ്റുകളും ആര് ഭരിച്ചാലും മതങ്ങളുടെ ദാസവ്യക്തി ചെയ്യാൻ വേണ്ടിയിട്ട് മത്സരിക്കുന്ന ആളുകളാണ്. പൗരോഹിത്യത്തിൻ്റെ ടോയ്ലറ്റുകൾ കഴുകി കൊടുക്കാൻ വേണ്ടി തയ്യാറായ ആളുകളാണ്. ആ പ്രതീക്ഷ ഈ പ്രമേയം എഴുതിയുള്ള ആളുകൾ കളഞ്ഞേക്കും. പിന്നൊരു കാര്യം, സ്ത്രീകളെ ശാക്തീകരിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമെന്ന് പറയുന്നത് അവരുടെ സ്വത്തുക്കളുടെ ഉടമകളാക്കുക എന്നുള്ളതാണ്. പിന്നീടാണ് വിദ്യാഭ്യാസം വരുന്നത്. പിന്നീട് വിദ്യാഭ്യാസം കൊടുക്കുന്നതും വളരെ പ്രധാനമാണ്. സ്വത്തുക്കളുടെ ഉടമകളാക്കി മാറ്റിയാൽ അവർക്കുണ്ടാകുന്ന ആത്മവിശ്വാസം ചില്ലറയല്ല. ഒരു അഭിഭാഷകൻ എന്ന രീതിയിൽ എനിക്കറിയാം, ഈ ഉപേക്ഷിക്കപ്പെടുന്ന സ്ത്രീകൾ, ഹിന്ദുക്കളായിക്കോട്ടെ മുസ്ലിങ്ങളായിക്കോട്ടെ ക്രിസ്ത്യാനികളായിക്കോട്ടെ, അവർ ഈ കുടുംബ കോടതിയൊക്കെ വിധിക്കുന്ന ഈ ചിലവുണ്ട്, മെയിൻ്റനൻസ് എന്നൊക്കെ പറയുന്ന ചിലവുണ്ട്. അയാൾ 2 പിള്ളേരെയൊക്കെ ആയിട്ട് ഈ കുടുംബ കോടതി വരാന്തയിൽ ഭിക്ഷ കിട്ടുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പല ബിരുദന്മാരായ അഭിഭാഷകരും പറയും, ഇപ്പം കൊടുക്കണ്ട, ഇത്തവണ കൊടുക്കണ്ട, അത്തവണ കൊടുക്കുക. കാരണം ഇവൻ്റെ ഭർത്താവായ കക്ഷിയെ സന്തോഷിപ്പിക്കാനുള്ള ഒരു പുരുഷ മേധാവിത്വ സുഖം കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ഈ മിക്കവാറും ദിവസങ്ങളിൽ അന്ന് കോടതി ഉണ്ടാവണമെന്നില്ല. പല കുടുംബ കോടതികളും ദീർഘകാല അവധിയിൽ പോകാറുണ്ട്. അങ്ങനെ വടകര കുടുംബ കോടതി 3 വർഷമായി പ്രവർത്തിക്കാത്തൊരു കോടതിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ 1000-ഓ 2000-ഓ അല്ലെങ്കിൽ ഏറിയാൽ 5000 രൂപയ്ക്ക് വേണ്ടിയിട്ട് കുടുംബ കോടതി വരാന്തയിൽ കുട്ടികളെയുമായി വന്ന് ഭിക്ഷ അന്വേഷിച്ച് നിൽക്കുന്ന സ്ത്രീകളെ നാളെ നിങ്ങൾക്ക് ഞാൻ കോടതിയിൽ വന്നാൽ കാണിച്ചു തരാം. അതിനുള്ള അടിസ്ഥാന കാരണം അവർക്ക് ഒരു അല്പം പോലും സ്വത്തിൻ്റെ ഉടമകളായി ആയിരുന്നില്ല അവർ എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ സാമൂഹികവും സാമ്പത്തികവുമായ പ്രാധാന്യം. അത് സങ്കടകരമായ ഒരു കാഴ്ചയാണിത്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാര്യം കൂടി പറയാം, അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതെത്രമാത്രം
പിന്നെ ദുരന്തം പിടിച്ച സംഗതിയാണ്. ആളുകൾ എത്രമാത്രം ഈ വ്യക്തി നിയമത്തെ ചൂഷണം ചെയ്തെന്നുള്ളൊരു ഉദാഹരണം പറയാം. ഞാൻ ഈ വിവാഹ രജിസ്ട്രേഷൻ കഴിഞ്ഞ് തിരിച്ച് കോഴിക്കോട് വൈകുന്നേരത്തെ മദ്രാസ് മെയിലെത്തി ഓഫീസിൽ നിന്ന് കുറച്ച് ജോലി ചെയ്ത് 8:30 മണിയായപ്പോൾ എനിക്കൊരു ഫോൺ വന്നു. ഞാൻ എൻ്റെ സ്വദേശം ഈ കക്കയം കുരാച്ചുണ്ട് പഞ്ചായത്തിലെ കല്ലാനോട് എന്ന സ്ഥലമാണ്, ഗ്രാമം, ഉൾനാടൻ ഗ്രാമമാണ്. അവിടെ നിന്ന് ഒന്നരെ വിളിച്ചു. എൻ്റെ മുഹമ്മദ് കുട്ടി എന്നൊരാളാണ് എന്നെ വിളിച്ചത്. അപ്പം എൻ്റെ പേര് ചോദിച്ചു. ഇന്ന ആളല്ലേ? അതെ, എനിക്ക് നിങ്ങളെ അറിയാം. നമ്മൾ ആയിക്കോട്ടെ, എൻ്റെ പേര് മുഹമ്മദ് കുട്ടി എന്നാണ്. അതും ആയിക്കോട്ടെ, എന്താ മുഹമ്മദ് കുട്ടി വേണ്ടേ? എൻ്റെ അനുജൻ ഖാദർ 3 ആഴ്ച മുമ്പ് മരണപ്പെട്ടു. നമ്മൾ ഈ സങ്കടകരായിപ്പോയി. എനിക്ക് ആളെ മനസ്സിലായില്ല കേട്ടോ. ഒരേ പഞ്ചായത്തുകാരനായതുകൊണ്ട് ദുഃഖം പങ്കുവെക്കണമല്ലോ. അപ്പോൾ ഖാദർക്ക് കുരാച്ചുണ്ടിൽ നിന്നും, അത് എൻ്റെ പഞ്ചായത്തിൽ നിൽക്കുന്ന കുരാച്ചുണ്ടിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന ബാലുശ്ശേരി റോഡിൽ 4.5 ഏക്കർ തെങ്ങിൻ തോട്ടമുണ്ട്. ആ ലൊക്കേഷൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ആ സ്ഥലം ഏറെക്കുറെ എവിടെയായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി, എൻ്റെ നാടായതുകൊണ്ട്. അവിടെ എങ്ങനെ പോയാലും ഒരു സെൻറ്റിന് ഒരു 3-4 ലക്ഷം രൂപ വിലയുള്ള സ്ഥലമാണ്. ഈ 4 ഏക്കർ സ്ഥലമുണ്ട്. ഓന് 2 പെൺമക്കളേ ഉള്ളൂ. എനക്കും അതിൻ്റെ അകത്ത് അവകാശമുണ്ടല്ലോ, നിങ്ങളത് വാങ്ങിത്തരുന്നത്. അത് ഞാൻ ഇതിനെതിരെയാണോ അന്ന് ഉച്ചയ്ക്ക് പോയി ഒപ്പിട്ട് കൊടുത്ത് ഒരു അഭിഭാഷകനെതിരെ അന്ന് എന്നുള്ള രീതിയിൽ അന്ന് എനിക്ക് ഇങ്ങനെ ഒരു വിളി വരികയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഏത് കിഴങ്ങൻ വക്കീലിൻ്റെ അടുത്ത് വാരി ഇയാൾക്കത് കിട്ടും ഇപ്പോഴത്തെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഞാൻ പറഞ്ഞ കാര്യം ചെയ്യും, മുഹമ്മദ് കുട്ടി, നീ ആ ആരോഗ്യ രേഖകളൊക്കെ പകർത്തി എൻ്റെ അടുത്ത് വരൂ, നമുക്കതിൻ്റെ നടപടി സ്വീകരിക്കാം. കാരണം ഞാൻ വിചാരിച്ചാൽ തടയാൻ കഴിയില്ല. പേരാമ്പ്രയോ കോഴിക്കോട്ടോ ഉള്ള ഏത് വക്കീൽ വിചാരിച്ചാൽ, എൻ്റെ സ്വന്തം കോടതി പേരാമ്പ്രയാണ്, ഞാൻ കോഴിക്കോട് ജീവിക്കുന്നത്. നടക്കുന്നൊരു കാര്യമായതുകൊണ്ട് മുഹമ്മദ് കുട്ടി വരട്ടെ, ഒരു ശിക്ഷ എന്ന രീതിയിൽ അവനിൽ നിന്നും അയാളിൽ നിന്നും കഴുത്തറുത്ത് ഫീസെങ്കിലും വാങ്ങാം എന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. ഇത് എൻ്റെ അനുഭവത്തിൽ പോലും ഞാൻ പറയുകയാണ്. ദുരന്തങ്ങൾ കാത്തിരിക്കുന്ന സ്ത്രീ ജീവിതങ്ങളുടെ കൊള്ള ഒരു ചെറിയ പരിഹാരമെന്ന് പറയുന്നത് കഴിയുന്നത്ര, എത്ര ചുരുക്കമാണെങ്കിലും അവരെ ഈ ഭൂമിയുടെ ഒരു അംശത്തിൻ്റെ ഉടമകളാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിനുള്ളൊരു നീക്കമാണ് ഇവിടെ നടക്കുന്നത്. സംഘാടകരോട് പറയട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും, ഒരു വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളുടെയും, ഒരു ഗവൺമെൻറ്റിൻ്റെയും, ഒരു മതസംഘടനകളുടെയും പിന്തുണ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അവർ നിങ്ങളെ എതിർക്കാനും തകർക്കാനും മാത്രം ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുമെന്നുള്ള ഒരു വലിയ മുൻകരുതൽ കൂടി മനസ്സിൽ കാണേണ്ടതെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കും.